വെൽക്കം ടു വേൾഡ്സ് ലാർജസ്റ്റ് സലൂൺ. യെസ്, അതെ ഗൈസ്, ഞങ്ങൾ ഫെയറിലാണ്. ഇന്ന് ഞാനും പങ്കാളിയും കൂടെ ഫെയറിലോട്ടാണേ വന്നത്. അവൾക്ക് മുടിയൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ലീവ് കിട്ടുന്ന സമയത്താണ് അവൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. അവിടെ പോയി അതിനൊന്നും ടൈം കിട്ടില്ലല്ലോ, ജോബും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവൾ ഹെയർ കട്ട് ചെയ്യാൻ കയറിയ സമയത്തേക്ക് ഞാൻ കുറച്ച് പോസ്റ്റായി. സാധാരണ പോലെ ഫെയറിൽ വരുന്നതിൻ്റെ അത്ര ഒന്നും പോസ്റ്റ് ആയിട്ടില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഫെയറിൽ ഇത്രയും തിരക്കില്ലാതെ ഞാൻ കാണുന്നത്. രാവിലെ ഒരു 7:30-8 മണിക്ക് വന്നാൽ വൈകുന്നേരം 5-6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് തിരക്കാണ് ഫെയറിൽ വരുന്നവർക്കറിയാമല്ലോ. പക്ഷേ ഇന്ന് ഹർത്താലും അല്ലേ ആണോ എന്തോ, അകത്തും തിരക്കില്ല, പുറത്തും തിരക്കില്ല, പാർക്കിങ്ങിലും തിരക്കില്ല, ഒരിടവും തിരക്കില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണേ. 26-27 നോമ്പിനൊക്കെയാണ് നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കാറുള്ളത്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആക്കി. വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് ലീവ് കഴിഞ്ഞ് അവൾ തിരിച്ചു പോവുക. ഇനി ചിലപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നോ അന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇക്കാടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞാനും ഇക്കായും തമ്മിൽ ശരിയാവില്ല. ഇക്കാണെങ്കിൽ പെട്ടെന്ന് എടുക്കണം. ഒരു കടയിൽ കയറി ആ കടയിൽ നിന്ന് തന്നെ എടുക്കണം. നമുക്ക് പെണ്ണുങ്ങൾക്കല്ലേ അറിയാവോ. അങ്ങനെ ഞങ്ങൾ കൂടുതലും ഈ 3 പീസ് സെറ്റൊക്കെ എടുക്കുന്നത്, പാർട്ടി വെയറൊക്കെ എടുക്കുന്നത് മണക്കാട് കമലേശ്വരമൊക്കെ ഉള്ള ബൊട്ടിക്സിൽ നിന്നൊക്കെയാണ്. അത്യാവശ്യം അവിടെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഈ പെരുന്നാളിന് വന്നിട്ട് എത്ര കടയിൽ കയറിയിട്ടും ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. കളക്ഷനുണ്ട്, പക്ഷെ വിചാരിക്കുന്ന കാര്യം നടക്കുന്നില്ല. പിന്നെ ആദ്യം കയറിയ കടയിൽ തന്നെ ലാസ്റ്റ് കയറിയിട്ട് അവിടെ നിന്ന് 2 ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ നേരെ MOTയിലോട്ട് വന്നത് അലിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ MOT വന്നപ്പോഴത്തേനും ദേണ്ട കിടക്കുന്ന ഫയർഫോഴ്സൊക്കെ കയറി പോകുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. മനസ്സിന് നല്ല പേടിയുണ്ട്. പടച്ചോനെ, തീവല്ലേം കത്തിയതാണോ, തിരിച്ചോടണമെന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ തോന്നി. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കയറിപ്പൊയ്ക്കോ എന്ന്. എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളും അതിൻ്റെ കൂടെ പോയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പാർക്ക് ചെയ്യാനാണ് പോയത്. പാർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് ഇപ്പം പൈസ കൊടുക്കണം. MOTയിൽ സാധാരണ പാർക്കിങ്ങിൽ പൈസ ഇല്ല കേട്ടോ. ഈ സാറ്റർഡേ സൺഡേ മാത്രം എന്തോ 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം MOTക്കാരും പഠിച്ചു. അങ്ങനെ എല്ലായിടവും ബിസിനസ് അല്ലേ. അങ്ങനെ നമ്മൾ കയറി സുഡിയോയിലാണ് ആദ്യം പോയത്. ഈ മാക്സ് ആവട്ടെ, സുഡിയോ ആവട്ടെ, AC ബൈ ആവട്ടെ, എല്ലാ ഷോപ്പുകാരും ഈദാണെന്നുള്ള കാര്യം അറിഞ്ഞില്ലേ? അതോ ഇനി നമ്മൾ നേരത്തെ വന്നത് കൊണ്ടാണോ? വലിയ നേരത്തെയൊന്നും അല്ല കേട്ടോ. നോമ്പ് 22-നും 21-നും എന്തോ ആണ് നമ്മൾ പോയത്. ഒരു വസ്തുവില്ലായിരുന്നു. കഴിഞ്ഞ മാസം അവരെന്താണോ ഓഫറിനിട്ടത് അതുപോലത്തെ കുറച്ച് ഐറ്റംസും സാധനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗേൾസിന് കുറച്ച് കിടപ്പുണ്ട്, ബോയ്സിനൊന്നുമില്ല. ലേഡീസിനും അങ്ങനെ ഭയങ്കരമായിട്ട് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കയറിയതല്ലേന്നും പറഞ്ഞ് കുറച്ച് അവിടെയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ നേരെ മാക്സിൽ പോയി. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അലിക്ക് ഞാൻ കൂടുതലും ഈ ഡെയിലി വെയർ ആയിട്ടും അങ്ങനെയൊക്കെ എടുക്കുന്ന ഡ്രസ്സ് സുഡിയോ, മാക്സ്, പാൻ്റലൂൺസ് അങ്ങനെയുള്ള സംഭവങ്ങളിലാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിന് കുറച്ച് അതാ പറ്റുന്നത്. നോർമൽ ഷോപ്പിൽ നിന്ന് ഞാൻ എടുക്കാറുണ്ട്, അല്ലാതെ ഡെയിലി സ്കൂളിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഇങ്ങനെയുള്ള ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേനും അവിടെ ഇതേ സെയിം അവസ്ഥ തന്നെ. കഴിഞ്ഞ മാസം ഓഫറിലിട്ട സംഭവങ്ങളൊക്കെ തട്ടിപ്പൊത്തി ഇട്ടിരിക്കുന്ന ഒരു ഫീല് പോലെ തോന്നി. അവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ട്രെൻഡ്സിലോട്ടാണ് കയറിയത്. ട്രെൻഡ്സിൽ നിന്ന് സാധാരണ എനിക്ക് അലിക്ക് ഡ്രസ്സൊന്നും കിട്ടാറില്ല പൊതുവെ. അതുകൊണ്ട് അവിടെ കയറുന്നതിന് മുന്നേ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു ഇവിടെ കയറിയിട്ട് കാര്യമില്ലാന്ന്. പിന്നെ ഞങ്ങൾ നടന്ന് പോയത് മുകളിലോട്ടാണ്. എന്തിനു വേണ്ടിയാണ്? ഈസി ബൈയിൽ കിഡ്സിന് ഇച്ചിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം കളക്ഷൻസ് ഉള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അവിടെയും വലുതായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു യെല്ലോ കളർ ഷർട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും എടുത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ചപ്പൽ അതെപ്പോഴും കിട്ടാറില്ല, അതും ഒരെണ്ണം കിട്ടിയ സന്തോഷത്തിൽ അതും എടുത്തിട്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രനിലോട്ടാണ് പോയത്, താഴെ ഹൈപ്പർ മാർക്കറ്റ് ചെയ്ത്. അവിടെ പോയി ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനും എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് പറയണേ ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. അതെന്താ അങ്ങനെ? എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഉമ്മച്ചിമാർക്കൊക്കെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഇങ്ങനെ കറങ്ങി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി ബില്ലൊക്കെ ഇട്ട് നേരെ നമ്മുടെ കൊമരിച്ചന്തയുടെ അടുത്തുള്ള അബാബിയിലോട്ട് പോയി. അവിടെ പോയപ്പം എൻ്റെ അലിക്ക് മാഷാ അല്ലാ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സും പാൻറ്റും ഷർട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ നേരെ അബാബിലിൽ തന്നെ താഴെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന കോട്ടൺ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ഡ്രസ്സും അതുപോലത്തെ ഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും ഒരു ജോഡി എടുത്തിട്ട് പയ്യെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.